ഇനി നമുക്ക് തിരുവനന്തപുരത്തെ ഒരു പ്രേതത്തെ ഒന്ന് പരിചയപ്പെടാം. പ്രേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തമാശയ്ക്ക് പറയില്ല, അണ്ടകടാഹം പോലും കത്തിപ്പോകുന്ന എന്ന് പറയുന്നത് പോലെ എരിവുള്ള ഒരു പ്രേതമാണ്. അത് തിരുവനന്തപുരത്ത് വിളഞ്ഞിരിക്കുന്നു. ആ പ്രേതം എന്താണെന്ന് കാണാം. ഇതാണ് ആ പ്രേതം. കണ്ടാൽ പേടി തോന്നില്ലെങ്കിലും കഴിച്ചാൽ പ്രേതങ്ങൾ പോലും ചിലപ്പോൾ പേടിച്ചു പോകുന്ന പ്രേതമുളക്. ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ മുളകാണ് തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശി എ ഗംഗപ്രസാദ് വിളയിച്ചെടുത്തത്. സാധാരണ മാലി മുളകിനോട് സാദൃശ്യമുള്ള ക്യാപ്സിക്കം ചൈനീസ് എന്ന ശാസ്ത്രീയ നാമത്തിലുള്ള മുളകിന് എരിവ് 100 മടങ്ങ് കൂടുതലാണ്. എരിവിന്റെ തോത് കൂടുതലായതിനാലാണ് ഗോസ്റ്റ് പെപ്പർ എന്ന പേര് വന്നത്. ഗോസ്റ്റ് പെപ്പർ എന്ന് പറയുന്നത് വിദേശികളിട്ട പേരാണ്. ഇതിൻ്റെ അത്രയ്ക്ക് എരിവ് കാരണം പ്രേതങ്ങളുടെ ഒരു സാമീപ്യം പോലെ അത്ര കാഠിന്യമുള്ളതെന്നുള്ള അർത്ഥത്തിലാണ്. ഇത് പെപ്പർ സ്പ്രേ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട്. ആഭ്യന്തര വിപണിയിലും വിദേശങ്ങളിലേക്കും ഇത് വലിയ മാർക്കറ്റ് ഡിമാൻഡുള്ള ഒരു മുളകിനമാണ്. 2007 നമ്മുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം ഇതിന് ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ മുളകിനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് 2007. കേരള സർവകലാശാലയിലെ മുൻ ബോട്ടണി വിഭാഗം പ്രൊഫസറായി ഗംഗപ്രസാദ് മേഘാലയയിൽ നിന്നാണ് വിത്ത് കൊണ്ടുവന്നത്. മുളക് വിളഞ്ഞെങ്കിലും ഗംഗപ്രസാദ് കഴിച്ചു നോക്കിയിട്ടില്ല. രാജ്യാന്തര വിപണിയിൽ വൻ ഡിമാൻഡാണ് ഗോസ്റ്റ് പെപ്പറിന്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. എന്തായാലും കൃഷി ചെയ്ത ആൾ തന്നെ അത് രുചിച്ച് നോക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ അറിയാലോ അതിൻ്റെ എരിവ് എത്രയാണെന്ന്. അപ്പോൾ സ്റ്റെഫിനാണ് ഇത് പോയത്. സ്റ്റെഫിനെ അത് രുചിച്ച് നോക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നോ? ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു സാധ്യതകൾ എന്താണ്? ദിവിഷ്, ഞാൻ ഏതായാലും അങ്ങനെ എരിവ് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എരിവ് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കണ്ണൊക്കെ നിറഞ്ഞ് ആകെ പുകഞ്ഞ് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ എരിവ് കൂടുതൽ ഇഷ്ടമല്ല. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഈ മുളകൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കഴിഞ്ഞ കുറേ നാളുകൾ മുമ്പ് നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചിപ്സ്, ജോളോ ചിപ്സ് വലിയ ട്രെൻഡിങ് ആയിരുന്നു. പലരും വീഡിയോ ഒക്കെ ചെയ്ത് ഇടുന്നുണ്ടായിരുന്നു. അതിൻ്റെ എരിവ് ഏറ്റവും എരിവുള്ള ഒരു ചിപ്സ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അതിന് സമാനമൊക്കെ ആയിരിക്കും ഈ മുളകിൻ്റെയും ഒരു എരിവ്. സാധാരണ നമ്മൾ ഈ കഴിക്കുന്ന മുളകിനെ 100% എരിവ് എന്നുള്ളതാണ് ഈ ഗൂഗിളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം എരിവെന്ന് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എരിവെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ രാസമുകുളങ്ങളിലേക്ക് ആ മുളക് എത്തുമ്പോൾ നടക്കുന്ന ഒരു പുകച്ചിൽ, ഒരു രാസപ്രവർത്തനം, അതാണ് നമുക്ക് എരിവായിട്ട് അനുഭവപ്പെടുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് അപാര ധൈര്യമുള്ളവർക്ക് മാത്രമേ ഏതായാലും ഈ മുളകിൻ്റെ കാര്യത്തിൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ കഴിയുകയുള്ളൂ. ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പേരാണ്. ഗോസ്റ്റ് പെപ്പർ, പ്രേതമുളക് എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. അത് തന്നെ ഈ മുളകിൻ്റെ ഒരു ഭീകരത വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. സാധാരണ നമ്മൾ ഈ നാട്ടുപുറത്ത് പറയുന്ന ഉണ്ടമുളക് അതുപോലുള്ള മുളകായിട്ടൊക്കെ തോന്നും. പക്ഷേ കഴിച്ചു നോക്കിയാൽ വലിയ എരിവായിരിക്കും. ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, ഏതായാലും നമ്മുടെ നാട്ടിലും ഇതൊക്കെ ഇങ്ങനെ വിളയിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അന്താരാഷ്ട്ര വിപണിയിലൊക്കെ വലിയ ഡിമാൻഡുള്ള മുളകാണ്. ഇതിങ്ങനെ നേരിട്ട് ഉപയോഗിക്കുകയല്ല, മറ്റ് ഉൽപ്പന്നങ്ങളൊക്കെ ആക്കി മാറ്റി, ഇതൊരു അസംസ്കൃത വസ്തു എന്ന തരത്തിൽ മറ്റുൽപ്പന്നങ്ങളൊക്കെ ആക്കി മാറ്റിയാണ് ഇതിൻ്റെ ഒരു വിപണനമൊക്കെ നടക്കുന്നത്. മേഘാലയയിൽ നിന്ന് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ നിന്നാണ് അദ്ദേഹം കൊണ്ടുവന്നത്. 8 തൈകളോളം ഉണ്ടായിരുന്നു. ആകപ്പാടെ ഇത് ഒരെണ്ണമാണ് ഒന്ന് പച്ച പിടിച്ചത്. ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഇതിങ്ങനെ വിളവെടുക്കാനും ഏതായാലും ഒരുക്കമല്ല ഇപ്പോഴത്തെ ഈ അധ്യാപകൻ. അദ്ദേഹം ഒരു ബോട്ടണി അധ്യാപകൻ അതായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പലതരത്തിലുള്ള ഒരു കൗതുകം ഇത്തരത്തിലുള്ള ചെടികളോടൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഈ പരീക്ഷണങ്ങളിലേക്കൊക്കെ പോയത്. ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, ഏതായാലും കേരളത്തിലും ഇങ്ങനെ ഈ ഗോസ്റ്റ് പെപ്പർ നമുക്ക് വിളയിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ അത് നാവും കൊണ്ട് തൊട്ടു നോക്കാനുള്ള ധൈര്യം പെട്ടെന്ന് ആർക്കുണ്ടാവില്ല. 100% അല്ലെങ്കിൽ ഇരട്ടി ഇതിൻ്റെ 100% അധികം എരിവെന്നാണ് നമ്മൾ സാധാരണ. ഇപ്പോൾ കാന്താരി മുളകിൻ്റെയൊക്കെ 100% അധികം എരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണീക്കട പൊന്നീച്ചയാണോ എന്താണ് പറയാൻ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം തൊടാത്തത്. ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഉണ്ടമുളകിൻ്റെ ഒപ്പം അങ്ങനെ ഇത് വീണ് പോയാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ശരി, അതിന് സാധ്യതകളൊക്കെ ഉണ്ട്. അത് ആ വഴിക്ക് നടക്കട്ടെ.